മുഖത്തിന് നിത്യ യൗവനം നൽകാനായിട്ട് സഹായിക്കുന്ന ഫേസ് പാക്കുകളെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അല്ലേ. പോകുന്നതിന് മുമ്പേ നിങ്ങൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വേഗം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതിനായിട്ട് എൻ്റെ ഈ വീഡിയോയ്ക്ക് തൊട്ട് താഴെയായിട്ട് നിങ്ങൾക്കൊരു ചുവന്ന സബ്സ്ക്രൈബ് എന്ന് എഴുതിയ ബട്ടൺ കാണാൻ സാധിക്കും. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ വരുന്ന ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ഇത്തരത്തിൽ നിങ്ങൾ എനേബിൾ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനായിട്ട് പറയുന്നത്. അപ്പോൾ അത് മറന്നു പോകാതെ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ മുഖത്തിന് പ്രായം തോന്നിപ്പിക്കുന്ന ഘടകങ്ങളിൽ പ്രധാനം മുഖത്ത് വീഴുന്ന ചുളിവുകൾ, അതുപോലെ കണ്ണിന് താഴെയുള്ള കറുപ്പ്, രക്തപ്രസാദമില്ലാത്ത വിളറി വെളുത്ത ചർമ്മം എന്നിവയാണ്. ചർമ്മത്തിലെ ചുളിവുകളും അതുപോലെ അയഞ്ഞു തൂകുന്ന ചർമ്മം എന്നിവയും പ്രായാധികം തോന്നിപ്പിക്കുന്ന ചില ഘടകങ്ങൾ തന്നെയാണ്. ഇതിന് കാരണങ്ങൾ പലതുണ്ട്. വരണ്ട ചർമ്മം, പോഷകങ്ങളുടെ കുറവ്, വെള്ളം കുടിക്കാത്തത്, സ്ട്രെസ്സ്, ഉറക്കക്കുറവ്, അമിതമായ വെയിലേൽക്കുന്നത് തുടങ്ങിയവയെല്ലാം തന്നെ ഇതിൽപ്പെടുന്നവയാണ്. മുഖത്തിന് പ്രായം തോന്നിപ്പിക്കാതിരിക്കാൻ പല ഘടകങ്ങൾ ഒരുമിച്ച് വേണം പ്രവർത്തിപ്പിക്കാൻ. ഇതിൽ ഭക്ഷണം മുതൽ ചർമ്മ സംരക്ഷണം വരെ പെടുന്നുണ്ട്. ചർമ്മത്തിന് പ്രായക്കുറവ് തോന്നിപ്പിക്കാൻ, അതുപോലെ ചുളിവുകൾ ഒഴിവാക്കാനും മുഖത്തിന് തിളക്കവും മൃദുത്വവും എല്ലാം നൽകുവാനും കൃത്രിമ വഴികളേക്കാൾ എന്തുകൊണ്ടും പ്രയോജനം നൽകുന്നത് പ്രകൃതിദത്ത വഴികൾ തന്നെയാണ്. ഇത്തരം പ്രകൃതിദത്ത വഴികളിൽ ഇതേ രീതിയിൽ തന്നെ ഉണ്ടാക്കാവുന്ന ചില പ്രത്യേക ഫേസ് പാക്കുകളും പെടുന്നുണ്ട്. ഇത്തരം ചില ഫേസ് പാക്കുകളെ കുറിച്ചാണ് ഞാൻ ഇന്നൊന്ന് പറയുന്നത്. അപ്പോൾ അവയിൽ ഏതെങ്കിലും നമുക്ക് അടുപ്പിച്ച് ഉപയോഗിക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ അതായത് ഞാനിപ്പോൾ പറയാൻ പോകുന്ന ഈ ഫേസ് പാക്കുകളിൽ ഏതെങ്കിലും നമുക്ക് അടുപ്പിച്ച് യൂസ് ചെയ്യാവുന്നതാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ ഇവ മാറി മാറി ഉപയോഗിക്കുന്നതും ചെറുപ്പം നിറഞ്ഞ ചർമ്മം നൽകുന്നതിന് സഹായിക്കുന്നവയാണ്. അപ്പോൾ അത് ഏതാണെന്ന് ഞാനൊന്ന് പറയാം. ഒന്നെന്ന് പറയുന്നത് മോര് വെച്ചിട്ടാണ് കേട്ടോ. ഇതിനായിട്ട് നമുക്ക് 1 കപ്പ് മോരെടുക്കാവുന്നതാണ്. പുളിയുള്ളതാണ് നല്ലത്. ഇതിലൊരു 4 ടേബിൾ സ്പൂൺ വേവിച്ച ഓട്സ് ചേർത്ത് ഇളക്കി കൊടുക്കാം. ഓട്സ് തണുത്ത ശേഷം വേണം ഇത് ചേർക്കാനായിട്ട്. ഇതിലൊരു ടേബിൾ സ്പൂണ് ഒലീവ് ഓയിൽ, അതുപോലെ ബദാം ഓയിൽ എന്നിവ ചേർത്ത് കൊടുക്കാം. ഇത് മുഖത്തും കഴുത്തിലും പുരട്ടി ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് കഴുകി കളയാവുന്നതാണ്. ചർമ്മത്തിലെ ചുളിവുകൾ കളയാനുള്ള എളുപ്പ വഴിയാണിത്. അടുപ്പിച്ച് അല്പനാൾ ഉപയോഗിക്കാവുന്നതാണിത്. പിന്നെ ഉള്ളത് കുക്കുംബർ വെച്ചിട്ടാണ്. കുക്കുംബർ സിലിക്ക അടങ്ങിയതാണ്. ഇതുകൊണ്ട് തന്നെ മുഖത്തെ ചുളിവുകൾ നീക്കി മുഖത്തിന് പ്രായക്കുറവ് നൽകുന്ന ഒന്നുകൂടിയാണ്. ഇത് കോശങ്ങൾക്ക് മുറുക്കം നൽകി ചർമ്മം അയയാതെ കാത്തു സൂക്ഷിക്കുന്നവയാണ്. ഒരു കുക്കുംബർ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക. ഇതിൽ 1 മുട്ടയുടെ വെള്ള, 1 ടേബിൾ സ്പൂൺ നാരങ്ങയുടെ നീര്, അല്പം പുതിനയില, അല്പം ആപ്പിൾ ഉടച്ചത് എന്നിവ ചേർത്ത് കൊടുക്കാം. ഇത് ഒരുമിച്ച് അരച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതിന് ശേഷം ഇത് നമുക്ക് മുഖത്ത് പുരട്ടാവുന്നതാണ്. ഇത് നല്ലൊരു ഫേസ് പാക്കാണ് കേട്ടോ. പിന്നെ നമുക്ക് പഴം ഉപയോഗിക്കാവുന്നതാണ്. പഴം ആരോഗ്യത്തിന് മാത്രമല്ല നമ്മുടെ സൗന്ദര്യ സംരക്ഷണത്തിനും നല്ലതാണ്. മുഖത്തെ ചുളിവുകൾ ഒഴിവാക്കാനും ഏറെ നല്ലതാണിത്. ഇതിലെ വൈറ്റമിൻ എ, ഇ എന്നിവയെല്ലാം തന്നെ ആരോഗ്യപരമായ ഗുണങ്ങളാൽ മികച്ചതുമാണ്. നല്ലപോലെ പഴുത്ത പഴം ഉടച്ച് ഇതിൽ അല്പം പാൽപ്പാട, തേന് എന്നിവ ചേർത്തിളക്കി നമുക്ക് മുഖത്ത് പുരട്ടാനായിട്ട് ഉപയോഗിക്കാം. അല്പം കഴിയുമ്പോൾ നമുക്കിത് കഴുകിക്കളയാം. ഇളം ചൂടുവെള്ളം കൊണ്ടാണ് കഴുകേണ്ടത്. ഇതും നല്ലൊരു മികച്ച ഒരു ഫേസ് പാക്കാണ്. പിന്നെ നമുക്ക് ഇതുപോലെ ഉരുളൻകിഴങ്ങ് യൂസ് ചെയ്യാവുന്നതാണ്. നമുക്കറിയാം ഉരുളൻകിഴങ്ങ് ഒരു ബ്ലീച്ചിങ് ഏജൻ്റാണ്. ഒരുപാട് ബെനിഫിറ്റ്സ് നമുക്ക് ചർമ്മ സംരക്ഷണത്തിനായിട്ട് ഇത് നൽകുന്നുണ്ട്. മുഖത്തെ ചുളിവുകൾ നീക്കി മുഖത്തിന് പ്രായക്കുറവ് തോന്നിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു പ്രത്യേക ഫേസ് പാക്ക് നമുക്ക് ഉരുളൻകിഴങ്ങ് ഉപയോഗിച്ച് തയ്യാറാക്കാവുന്നതാണ്. ഒരു ഉരുളൻകിഴങ്ങ് തൊലി കളഞ്ഞ് ഇതിനൊപ്പം അല്പം ആപ്പിളും ചേർത്തരച്ച് നമുക്ക് മുഖത്തിടാം. ഇത് ഉണങ്ങുമ്പോൾ തണുത്ത വെള്ളത്തിൽ നമുക്ക് കഴുകിക്കളയാവുന്നതാണ്. പ്രായക്കുറവിന് മാത്രമല്ല മുഖത്തിന് തിളക്കം നൽകാനും ഇത് നല്ലതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും നല്ലൊരു ഫലം ലഭിക്കുന്നതാണ്. പിന്നെ നമുക്ക്
മുട്ടയുടെ വെള്ള ഉപയോഗിക്കാം. മുഖത്തെ ചുളിവുകൾ നീക്കാനും ചെറുപ്പമുള്ള ചർമ്മമെന്ന് തോന്നിപ്പിക്കാനുമുള്ള നല്ലൊരു വഴിയാണ് മുട്ടയുടെ വെള്ള. മുട്ടവെള്ളയിൽ 1 ടീസ്പൂൺ തേൻ കലർത്തി ഇതിലൽപ്പം വെളിച്ചെണ്ണയോ ഒലീവ് ഓയിലോ ചേർത്തിളക്കുക. ഇത് മുഖത്ത് പുരട്ടുന്നത് ഗുണം നൽകും. ഇത് പിന്നീട് ഇളം ചൂടുവെള്ളം കൊണ്ട് കഴുകിക്കളഞ്ഞാൽ മതി. അതുപോലെ തൈര്, ഒലീവ് ഓയിൽ മാസ്കും മുഖത്തിന് ചെറുപ്പം തോന്നിപ്പിക്കാനും മുഖത്തിന് ഏറെ നല്ലതുമാണ്. തൈരിലെയും അതുപോലെ ഒലീവ് ഓയിലിലെയും ഘടകങ്ങൾ മുഖ സൗന്ദര്യത്തിന് മാറ്റേകുന്നവയാണ്. 2 ടേബിൾ സ്പൂൺ തൈരിൽ 4-5 തുള്ളി ഒലീവ് ഓയിൽ ചേർത്തിളക്കുക. ഇത് നല്ലതുപോലെ ഇളക്കി ചേർത്ത ശേഷം മാത്രം മുഖത്ത് പുരട്ടുക. ഇതൊരു 20 മിനിറ്റ് കഴിഞ്ഞ് തണുത്ത വെള്ളം കൊണ്ട് നമുക്ക് കഴുകിക്കളയാവുന്നതാണ്. അതുപോലെ തൈരും ഓറഞ്ചിൻ്റെ തൊലിയും ചേർത്ത ഫേസ് പാക്കും മുഖത്തിന് നല്ലതാണ്. മുഖത്തിന് ചെറുപ്പവും അതുപോലെ തിളക്കവും നിറവും എല്ലാം നൽകാൻ ഇത് സഹായിക്കും. ഓറഞ്ച് തൊലി ഉണക്കി പൊടിച്ചത് ഇതിനായിട്ട് നമുക്ക് ഉപയോഗിക്കേണ്ടത്. മുഖം ആദ്യം നന്നായിട്ട് കഴുകുക. ഈർപ്പം മുഴുവനായും തുടച്ച് കളയരുത്. തൈരിൽ ഓറഞ്ച് തൊലിയുടെ പൊടി കലക്കി മുഖത്ത് പുരട്ടുക. മുഖം കഴിക്കുന്നതിന് ശേഷം നന്നായിട്ട് അത് തുടച്ച് മാറ്റാതെ നമുക്ക് ഈ മിശ്രിതം മുഖത്ത് പുരട്ടാവുന്നതാണ്. 20 മിനിറ്റിന് ശേഷം നമുക്കിത് കഴുകിക്കളയാം. ഓറഞ്ചിലെ വൈറ്റമിൻ സിയും തൈരിലെ ലാക്റ്റിക് ആസിഡുമെല്ലാം നമുക്ക് ഒരു മികച്ച ഫലം തരുന്നതാണ് നമ്മുടെ ഫേസിന്. അതുപോലെ തന്നെ കറുത്ത മുന്തിരിയും തേനും ഗ്ലിസറിനും കലർത്തിയ ഫേസ് പാക്കും മുഖത്തിന് ചെറുപ്പം സഹായിക്കുന്ന മികച്ച വഴിയാണ് കേട്ടോ. കറുത്ത മുന്തിരി ഉടച്ച്, അതായത് പച്ചമുന്തിരി ഉണ്ടല്ലോ, ഇതിൽ തേനും ഗ്ലിസറിനും ചേർത്ത് നമുക്ക് മുഖത്ത് പുരട്ടാം. ഇത് മുഖത്തിന് ചെറുപ്പവും തിളക്കവും നൽകുന്ന ഒന്നാണ്. ഇതൊരു അരമണിക്കൂർ കഴിഞ്ഞ് ഇളം ചൂടുവെള്ളം കൊണ്ട് നമുക്ക് കഴുകി കളയാവുന്നതാണ്. മികച്ച ഫേസ് പാക്കുകളാണിത്. തീർച്ചയായിട്ടും നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഉരുളൻകിഴങ്ങിൻ്റെ അതുപോലെ ഈ ഉണക്കമുന്തിരിയുടെ ഫേസ് പാക്ക് ബെസ്റ്റാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നതാണ്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ മറന്നു പോരുത്. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഒരു റിക്വസ്റ്റാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. എൻ്റെ ഈ വീഡിയോയ്ക്ക് തൊട്ട് താഴെയായിട്ട് നിങ്ങൾക്കൊരു ചുമന്ന് സബ്സ്ക്രൈബ് എന്ന് എഴുതിയ ബട്ടൺ കാണാൻ സാധിക്കും. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ അതിൻ്റെ കൂടെയായിട്ട് 2-3 സെക്കൻഡിനകം തന്നെ നിങ്ങൾക്കൊരു ബെല്ലിൻ്റെ ഐക്കണും വരുന്നതായിരിക്കും. അപ്പോൾ അതുകൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ മിസ് ചെയ്യാതെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുമ്പോൾ അത് മിസ് ചെയ്യാതെ കാണാനായിട്ട് നോക്കണം കേട്ടോ. നമ്മൾ ഡെയിലി വീഡിയോസ്